സദസ്സിന് വന്ദനം. അഹിംസയുടെ ആൾ രൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2 പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളായ സർവ്വ സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. അഹിംസയുടെയും സത്യത്തിൻ്റെയും ആൾ രൂപമായി ഗാന്ധി ഇന്ന് നമ്മുടെ മനസ്സിൽ വീണ്ടും ഉയർക്കുകയായി. ജന്യുകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ വ്യവസായ ശക്തികളെ പ്രതിരോധിക്കാൻ പിറവിയെടുത്ത പ്രവാചകനാണ് ഗാന്ധി. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി സവിശേഷ ഗുണങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയുടെയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളുടെയും ദേവസ്വരം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നിങ്ങൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ സേവനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും ഉൾക്കൊള്ളിച്ചപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മീര ബഹൻ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണല്ലോ. പണ്ട് ഇത് സേവന വാരമായിരുന്നു. ക്ലാസ് മുറിയിലെയും പരിസരത്തെയും കല്ലുപെറുക്കിയും പുല്ലുപറിച്ചും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്. ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വഴിയിൽ തടസ്സങ്ങളായി കിടക്കുന്ന ഛിദ്രവാസനകൾ നീക്കാൻ നമുക്കന്ന് കഴിയണം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറട്ടെ. അതിനായി നമുക്ക് നമ്മുടെ സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം. നമ്മുടെ മനസ്സിലെ ജീർണതകളെയും ദുഷിപ്പുകളെയും നമുക്ക് തുടച്ചു നീക്കാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കഴിയട്ടെ. ഭാരത് മാതാ കി ജയ്.